വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു പീറ്റർ പാൻ കോളർ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ഹക്കോബ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിന് ലൈനിങ് വെക്കുന്നതിന് വേണ്ടിയിട്ട് 2 മീറ്റർ കോട്ടൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിൽ ഇതേപോലെ കട്ട് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ ലൈനിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നെക്ക് സൈഡിൽ പീറ്റർ പാൻ കോളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ഒരു ഹക്കോബ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ലീവ്സിൻ്റെ ഒരു ഭാഗത്തും ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങിൽ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഷോൾഡർ 7.5 ഇഞ്ചാണ് വേണ്ടത്. 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം. ഇവിടെ എനിക്ക് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്കൊരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്കൊരു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മിഡ് പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് ആം ഹോൾ കർവ് ഇതേപോലെ നീറ്റായിട്ട് വരച്ചെടുക്കാം. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ആദ്യം തന്നെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 15 ഇഞ്ചിലാണ് ഈ ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് 36 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ടക്സ് ഇടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ടക്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും ഇതേപോലെ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 3/4 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് കേർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്ത് തീർക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ ആം ഹോള് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഉള്ളിലോട്ടേക്കായിട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ വരച്ചെടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഒരു വി ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഡെപ്ത്ത് ഞാനിവിടെ 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ജോയിൻ ചെയ്തിട്ടൊരു വി ഷേപ്പിലാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ഇതേപോലെ വരച്ചെടുത്തിട്ട് കൊടുത്താൽ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വി ഷേപ്പിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം അവിടെ നിന്നും ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കേർവ് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നെക്ക് വിടർന്ന് കിടക്കുന്ന പോലെ ഉണ്ടാവും, കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പീറ്റർ പാൻ കോളർ ഫ്രണ്ട് നെക്കിൽ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് സെയിം 3.25 ഇഞ്ച് തന്നെയാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അതായത് ഡെപ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പീറ്റർ പാൻ കോളർ നമുക്ക് ബാക്ക് നെക്കും ഉൾപ്പെടുത്തി ഫുൾ റൗണ്ടിൽ ചെയ്തെടുക്കാൻ പറ്റും, യു ഷേപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ മാത്രമാണ് ആ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ പാറ്റേൺ ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നെക്ക് ഒഴികെ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത ശേഷം നെക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിലെ ആം ഹോളിൻ്റെ കർവ് ഇതേപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചെടുത്തതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് കട്ട് ചെയ്തത് മാറ്റി വെച്ച ശേഷം നമുക്കിനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക് ഇതേപോലെ 4ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 35 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് 36 ഇഞ്ചിലാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. സ്കേർട്ട് പാർട്ടിൻ്റെ മുകൾ വശത്ത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് സീം അലവൻസും കൂടി ചേർത്തിട്ട് എത്രയാണോ അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് എടുത്തിട്ട് ഈ ഒരു ഫോൾഡഡ് സൈഡിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു ബോഡി പാർട്ടിൽ നമ്മൾ 1 ഇഞ്ച്
വീതിയിലുള്ള ടക്സ് കൊടുക്കുന്നുണ്ട് 2 സൈഡിലായിട്ട്. അപ്പോൾ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും ഇതേപോലെ ടക്കിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് ആ ഒരു വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് കിട്ടുന്നത് അതിവിടെ നമുക്ക് സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർത്ത് 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് എ ലൈനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണിയുടെ മാക്സിമം വിഡ്ത്തിലേക്ക് ചരിച്ച് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ സൈഡിലായിട്ട് 3 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം നമ്മൾ ടക്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിവശം ഒരു കർവ് ഷേപ്പിലാണ് ഉണ്ടാവുക. സ്കേർട്ട് പാർട്ടിൻ്റെ മേൽഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു ഫോൾഡഡ് ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് പീസ് ഇതേപോലെ ഞാൻ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി മെയിൻ ഫാബ്രിക് ഇതിൻ്റെ മേലെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് മാത്രം മെയിൻ ഫാബ്രിക്കിനേക്കാളും 2 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്കേർട്ട് പീസിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് 2 പീസ് ലൈനിങ്ങും 2 പീസ് മെയിൻ ഫാബ്രിക്കുമാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്കേർട്ട് ഭാഗത്തിൽ നിന്ന് നമ്മൾ എലൈനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന പീസിലാണ് ഇപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2.5 മീറ്റർ മാത്രമേ തുണി എടുത്തിട്ടുള്ളൂ. 3 മീറ്റർ തുണി എടുക്കുകയാണെങ്കിൽ നല്ല ലെങ്ത്തിൽ എൽബോ സ്ലീവോ പഫ് സ്ലീവോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ചെറിയ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പീറ്റർ പാൻ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയലാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പീസ് സ്ലീവ്സിലും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 10 ഇഞ്ച് ലെങ്ത്തിലുള്ള പഫ് സ്ലീവ് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ സ്ലീവ്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബാക്ക് സൈഡിലും ഫ്രണ്ട് ഭാഗത്തുമുള്ള ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ടക്സ് പോയിൻറ്റും കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെയും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ടക്സ് മാർക്ക് ചെയ്തതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു നെക്ക് ഭാഗത്ത് ക്രോസ് പീസ് നല്ല വശത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഒരു നെക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു തുണി 10.5 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയും ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 4 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിൽ ലൈനിങ് ആണ് ഒരു പീസായിട്ട് വെച്ച് കൊടുക്കേണ്ടത് എങ്കിൽ നമുക്ക് 2 പീസ് ഈ ഒരു മെയിൻ തുണിയും അതിൻ്റെ വൈറ്റ് കളറിലുള്ള ലൈനിങ്ങും 2 പീസ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 പീസും ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 4 പീസും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു മേൽഭാഗത്ത് 1 ഇഞ്ച് വിട്ടിട്ട് താഴോട്ടേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു സൈഡിലും 1 ഇഞ്ച് നീക്കിയിട്ടാണ് ഈ ഒരു നെക്ക് പോർഷൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ബോഡി പാർട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ഒരു പീറ്റർ പാൻ കോളറിന് എത്രയാണോ നമ്മൾ വിഡ്ത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാർക്ക് ചെയ്തെടുക്കാം. 3 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ഈ ഒരു സൈഡിൽ 2 പീസ് ജോയിൻ ചെയ്തെടുക്കാനും ഈ നെക്ക് സൈഡിൽ ജോയിൻ ചെയ്തെടുക്കാനും ഒരു 1/4 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോകും. അത് കഴിഞ്ഞ് 2.5 ഇഞ്ച് നമുക്കിവിടെ ഈ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ ഡിസൈനിൻ്റെ വീതി കിട്ടുള്ളൂ.
ഇതേപോലെ ചുറ്റിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചുറ്റിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ചരിച്ചിട്ട് ഇതേപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കാം. വരച്ചിരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്ത് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെയാണ് നെക്സ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മേലെ കൂടി ഒരു വി ഷേപ്പിലുള്ള ഈ ഒരു നീല കളറിൽ തന്നെ ഹക്കോബ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ ഒരു ബോഡി പാർട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നും 1 ഇഞ്ച് വീതിയിൽ വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് വഴി 2 ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു നെക്ക് സൈഡിൽ ഇതേപോലെ നല്ല വശത്താണ് ഈ ഒരു പീസും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ ഒരു നീല കളറിലെ തുണി മാത്രം നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ മോഡലിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ 2 പീസും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നെക്ക് ഭാഗത്ത് വരുന്ന ആ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ബാക്കി 2 ഭാഗത്തേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ സൈഡ് വഴി ഒന്നുകിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ മറ്റേ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. തിരിച്ചിടുന്നതിന് മുന്നേ ഈ ഒരു കോർണർ ഭാഗത്തെ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഈ ഒരു തയ്യലിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് തിരിച്ചിടുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്ക് സൈഡിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ 2 പീസും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങിപ്പോകാണ്ടിരിക്കും. അതുപോലെ ചെയ്ത ശേഷം ഞാനിപ്പോൾ ഈ ഒരു സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു നെക്ക് സൈഡ് വഴി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു നീല കളറിലെ തുണി മാത്രം ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പൈപ്പിംഗ് പോലെ നെക്ക് സൈഡിൽ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീതിയിൽ പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിൽ തുണി ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് ഈ അരികു വശത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു നീല കളറുള്ള പീസിൻ്റെ അരികുവശം 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സൂചി നൂലും വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പീസ് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു ഷോൾഡർ ഭാഗത്ത് നിന്ന് ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രോസ് പീസ് ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ അരികു വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് മേൽഭാഗത്ത് ഞാനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് പീസിൻ്റെയും സെൻട്രൽ ഭാഗം കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു 3 ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് വീതിയിൽ വൈറ്റ് കളറിലുള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പഫ് സ്ലീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്ലീവും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡ് സ്ലിറ്റഡ് കുർത്തി അല്ല, എയർലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ്സ് മുതൽ താഴെ വരെ അളവനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുർത്തി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.